വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് UDF ഭരണസമിതിക്കെതിരെ ഗുരുതര ആരോപണവുമായി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ MH അബ്ദുൾ സലാം രംഗത്ത്. ഗ്രാമപഞ്ചായത്ത് അജണ്ട വെച്ച് കമ്മിറ്റിയിൽ തീരുമാനിക്കാതെ UDF ഭരണസമിതി PRT ടീമുകൾക്ക് ടോർച്ച് ഉൾപ്പെടെയുള്ള കിറ്റ് നൽകിയത് തീർത്തും ചട്ടലംഘനവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് MH അബ്ദുൾ സലാം. ഒരു ദിവസം പോലും കാട്ടാന ഇറങ്ങാത്ത ദിവസങ്ങളില്ല. ഇന്നലെയും മിനിഞ്ഞാന്നും അതിൻ്റെ തലേദിവസവും അങ്ങനെ തുടർച്ചയായിട്ട് ഒരു പ്രദേശത്ത് 2-3 പ്രാവശ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഭരണസമിതിയിലൊക്കെ തന്നെ നമ്മൾ പറഞ്ഞു, ഇതുമായി അജണ്ട വെച്ച് എന്തെങ്കിലും തീരുമാനം എടുക്കണം, ഇതിന് എന്തെങ്കിലും ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് എന്തെങ്കിലും കണ്ടെത്തണമെന്ന് പല ഘട്ടങ്ങളിലും പഞ്ചായത്ത് കമ്മിറ്റിയിൽ നാം പറയുകയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വരെ പഞ്ചായത്ത് കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ട് അജണ്ട വെച്ച് കമ്മിറ്റി കൂടി തീരുമാനിക്കാനോ അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടോ പൊതുസമൂഹത്തിലെ ആളുകളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കാനോ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായില്ല. സമീപ പ്രദേശത്തെ പാഞ്ഞാൽ പഞ്ചായത്തിൽ ഒരു മാസം മുമ്പും അതിൻ്റെ ഇടയ്ക്കും പല ഘട്ടങ്ങളിലൊക്കെ തന്നെ പഞ്ചായത്ത് കൂടിയിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അവർക്ക് വേണ്ട PRT അംഗങ്ങൾക്ക് വേണ്ട സഹായം ചെയ്യാനും തീരുമാനിച്ചു. അതോടൊപ്പം തനത് ഫണ്ടിൽ നിന്ന് 20,000 രൂപ അവർ അതിനുവേണ്ടി ടോർച്ചും മറ്റു ഉപകരണങ്ങളും നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചു. എന്നാൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിനകത്ത് ഇത്തരം സഹായങ്ങളൊന്നും നൽകിയില്ല എന്ന് മാത്രമല്ല, LDF ഭരിക്കുന്ന പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ നാട്ടിലിറങ്ങുന്ന കാട്ടാനയെ പ്രതിരോധിക്കാൻ ഒന്നിൽ കൂടുതൽ പഞ്ചായത്ത് യോഗം ചേർന്ന ഏകകണ്ഠേനമായ തീരുമാനമെടുത്ത പ്രവർത്തനങ്ങൾ നടത്തുകയും പ്രദേശത്തെ മുഴുവൻ PRT ടീമുകൾക്കും പഞ്ചായത്ത് തനത് ഫണ്ട് ഉപയോഗിച്ച ടോർച്ച് ഉൾപ്പെടെയുള്ള കിറ്റ് വിതരണം ചെയ്യുകയും ചെയ്ത പ്രവർത്തനം കാഴ്ചവെച്ചപ്പോൾ വളവ് DYFI യൂണിറ്റ് 15ഓളം PRT അംഗങ്ങൾക്ക് കിറ്റുകൾ നൽകിയതുമറിഞ്ഞ് കോൺഗ്രസുകാർക്ക് മാത്രം ഗ്രാമപഞ്ചായത്ത് വക കിറ്റ് നൽകി പ്രഹസനമാക്കിയെന്നും ഇത് ചട്ടവിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. അവിടെ DYFIയുടെ പ്രവർത്തകര് വളവ് പ്രദേശത്ത് കുറച്ച് ആളുകൾ ആ പ്രദേശത്തുള്ള മുഴുവൻ PRT അംഗങ്ങൾക്ക് ടോർച്ചും അതോടൊപ്പം തന്നെ റെയിൻകോട്ടും മറ്റ് വാട്ടർ ബോട്ടിലും കൊടുത്തപ്പോൾ ഉടൻ തന്നെ പഞ്ചായത്ത് ഭരണസമിതി ഇവർക്ക് വേണ്ട സഹായം എത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 10 ടോർച്ചുകൾ 64 RRT ഉണ്ടായിരുന്നു. 10 ടോർച്ചുകൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെയാണ് പഞ്ചായത്തിൻ്റെയാണെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. പഞ്ചായത്തിൻ്റെതായി കൊടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഭരണസമിതി അംഗങ്ങളായി ഞങ്ങൾ അറിഞ്ഞിരിക്കണം, പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്നോ ഏത് ഫണ്ടിൽ നിന്നാണ് ആ പൈസ ചെലവാക്കിയത് ഞങ്ങൾക്ക് അറിയാണ്ട്, അതോടൊപ്പം തന്നെ ഗുണഭോക്താക്കളെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തതെന്ന് മനസ്സിലാക്കാണ്ട്. ഇത് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കില്ല, അവർക്ക് ഇഷ്ടപ്പെട്ട PRT അംഗങ്ങളല്ലാത്ത കുറേ ആളുകളെ വിളിച്ച് PRTയിലും ഉള്ളവരും PRTയിലല്ലാത്തവരുമായ കുറച്ച് കോൺഗ്രസ് പാർട്ടിയുടെ ആളുകൾക്ക് ഈ പഞ്ചായത്തിനകത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഗ്രാമപഞ്ചായത്ത് കൊടുത്തു എന്ന ന്യൂസ്, അങ്ങനെ ഗ്രാമപഞ്ചായത്ത് കൊടുത്തു എന്ന് പറയുന്നതോടൊപ്പം തന്നെ അങ്ങനെ ഈ പ്രവൃത്തി തുടർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രതിപക്ഷ മെമ്പർമാരുണ്ട്, ഞങ്ങൾ DYFI നൽകും ചിലപ്പോൾ പല സഹായങ്ങൾ, മറ്റ് ഇതര സംഘടന നൽകും ഇതര സഹായങ്ങൾ, അതൊക്കെ തന്നെ ഞങ്ങളും ഇതേമാതിരി പാർട്ടിവൽക്കരിച്ച് ഈ പഞ്ചായത്തിനകത്ത് വിളിച്ചുകൂട്ടി മീഡിയാസിന് വിവരം കൊടുക്കും. ഞാൻ പറയുന്നത് കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ രാഷ്ട്രീയം നോക്കാതെ ഇടതെന്നോ വലതെന്നോ നോക്കാതെ ആനകൾക്ക് എന്ത് ഇടത് ആനകൾക്ക് എന്ത് വലത്, അപ്പോൾ അത് രാഷ്ട്രീയം നോക്കാതെ ജനങ്ങളുടെ ഈ അഭിരുചിക്കനുസരിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ MLA ആയിട്ടോ MP ആയിട്ടോ സംസ്ഥാന ഗവൺമെന്റ് ആയിട്ടോ അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിന്റെ ആളുകളുമായിട്ടോ ചേർന്ന് നിന്നൊരു പ്രവർത്തനം നടത്താൻ ഈ ഗ്രാമപഞ്ചായത്ത് തയ്യാറാവുന്നില്ല. ഇന്നുവരെയും ഇപ്പൊ കഴിഞ്ഞ കമ്മിറ്റിക്ക് പോലും ഇത് ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഞാൻ പഞ്ചായത്ത് കമ്മിറ്റിക്ക് പ്രത്യേക കത്ത് കൊടുത്തിരിക്കുകയാണ്. ഈ അജണ്ട വെച്ച് നായയുടെ വിഷയമായാലും ആനയുടെ വിഷയമായാലും പഞ്ചായത്ത് കമ്മിറ്റി അടിയന്തരമായി കൂടിയിട്ട് ഇതിന് ശാശ്വതമായ പരിഹാരം മുഴുവൻ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കണമെന്ന് പറയുന്നുണ്ട്. കാട്ടാന നാട്ടിലിറങ്ങുമ്പോൾ UDF ഭരണസമിതി റീൽസുകൾ കൊണ്ടാണ് പ്രതിരോധം തീർക്കുന്നതെന്നും MH അബ്ദുൾ സലാമിന്റെ കുറ്റപ്പെടുത്തൽ. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ആന ഇറങ്ങിയപ്പോൾ വണ്ടി ഉപരോധിച്ച് വാഹനങ്ങൾ തടസ്സപ്പെടുത്തി പഞ്ചായത്ത് ഉപരോധിച്ച് നിൽക്കുന്ന ആളുകളാണ് ഇപ്പോൾ പഞ്ചായത്ത് ഭരിക്കുന്നത്. ഇപ്പൊ അവർക്ക് റീൽസുകളെ കൊണ്ട് അഭ്യാസം നടത്തുകയാണ്. റീൽസ് മാത്രം കഴിച്ച ആളുകളുടെ ഒരു 10 ടോർച്ച് കൊടുക്കുക, അത് അവരുടെ പാർട്ടിയാണ് കൊടുക്കുന്നത്, പക്ഷെ പഞ്ചായത്താണ് കൊടുക്കുന്നത് പറഞ്ഞ് റീൽസ് ഉണ്ടാക്കുക. അത്തരത്തിലേക്ക്
ചെറിയ ചെറിയ മോശമായ രീതിയിലാണ് ഈ പഞ്ചായത്തിന്റെ ഓരോ പ്രവർത്തനവും കാണുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ ഇത്തരം അനാസ്ഥ തുടർന്നാൽ ശക്തമായ ബഹുജന പ്രക്ഷോഭത്തിന് LDF നേതൃത്വം നൽകുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇനി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നടപടിയില്ലെങ്കിൽ ഞാൻ ശക്തമായി പഞ്ചായത്തിലേക്ക് പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ തയ്യാറാണ്. അതെ, ജലം അമൂല്യമാണ്. പക്ഷെ അത് മലിനമാണെങ്കിലോ? വെള്ളത്തിന്റെ രുചി വ്യത്യാസം, നിറവ്യത്യാസം, ഇരുമ്പിന്റെ അംശം, ക്ലോറിൻ, ചെളി ഇവയെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾ, മുടികൊഴിച്ചിൽ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. കൂടാതെ അടുക്കളയ്ക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്യൂരിഫയറും ലഭ്യമാണ്. അക്വാസ് ഫ്ലാഷ്, ഇനി ഓരോ ഡ്രോപ്പും ക്രിസ്റ്റൽ ക്ലിയർ. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ, മെയിൻ റോഡ്, ചേലക്കര.